എന്റെ പൊന്നു ഗോപി, നീ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണോ നീ പാർലമെന്റിൽ സംസാരിക്കുന്നത്? സുരേഷ് ഗോപി പാർലമെന്റിൽ കത്തുകയാണ്. കത്തുന്നത് എന്താണ്? നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല. അപ്പോൾ അതിനുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts TP Chandrasekharan? എന്റെ പൊന്നു ഗോപി, ഇത് ഷൂട്ടിംഗ് ആണോ? ഇത് പാർലമെന്റ് ആണ്, ഷൂട്ടിംഗ് ആണോ ഗോപി? ഇടക്കിടക്ക് ചിന്തിക്കണം ഗോപി, ഇത് ഷൂട്ടല്ല എന്ന് ഇടക്കിടക്ക് ചിന്തിക്കണം. ഇത് റിയൽ ആണ് ഗോപി. സിനിമയിൽ നീ എന്തൊക്കെ ചെയ്തു? അതെ, ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം നമുക്ക്. എന്താണ് ഗോപി? ഗോപിക്ക് എന്താണ് ഗോപിക്ക് സംഭവിച്ചത്? അതായത് ഗോപി പറയുമ്പോൾ ആരും ഒന്നും പറയാൻ പറ്റൂല, അതിനെ എതിർക്കാൻ പറ്റൂല. പൊന്നാര ഗോപി, ഇത് സിനിമയല്ല. സിനിമയിൽ നിനക്ക് എന്തെങ്കിലും ഡയലോഗ് പറയാനുണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ല ഗോപി. നിനക്ക് തോന്നുന്നതൊക്കെ പറയാം. ഇത് റിയലാണ് ഗോപി. ഇവിടെ നീ പൊട്ടത്തരം പറയുമ്പോൾ അതിനെല്ലാരും പറയും. അപ്പൊ നമുക്ക് അടുത്തതും കൂടി കേട്ട് നോക്കാം. Do they have the guts? Does the Chief Minister of Kerala have the guts to have? What is wrong? What is wrong? What is wrong with the? എന്റെ പൊന്നു ഗോപി, നീ പറയുന്നത് മുഴുവൻ റോങ് ആണ് എന്റെ ഗോപി. അതായത് അവിടെ പറയുകയാണ് റോങ്. അപ്പോ ഗോപി പറയുകയാണ് എന്താണ് റോങ്? നീ പറയുന്നത് മൊത്തത്തിൽ റോങ്ങാണ് എന്റെ ഗോപി. അപ്പോ നമുക്ക് ഗോപിക്കില്ലേ നമ്മുടെ ജോൺ ബ്രിട്ടാഷ് ചുട്ട മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. This is the truth, sir. I need your protection. Okay. I need your protection. Undisturbed. എന്റെ പൊന്നാര ഗോപി, ഇതൊരു സിനിമയിലായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും അവാർഡ് കിട്ടിയേനെ. അതായത് ഗോപി പറയുകയാണ് പ്രൊട്ടക്ഷൻ വേണം. എന്താണിത്? പാർലമെന്റിൽ നീ പൊട്ടത്തരം പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഗോപി. അപ്പൊ ഇങ്ങനെ പറയുന്ന എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നാ പറയുന്നത് എന്റെ ഗോപി. ഓക്കെ, ഗോപി പറയുന്ന അടുത്ത പൊട്ടത്തരം കൂടി നമുക്ക് കേട്ട് നോക്കാം. Truth. I'm ready to take any punishment if this falls out to be a false on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, all what was it? Again, coming. എന്റെ പൊന്നാര ഗോപി, ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ദ റിയൽ കേരള സ്റ്റോറി വന്നപ്പോ നീ എന്താണ് ഗോപി പറഞ്ഞത്? സിനിമയാണ്, സിനിമയുടെ രീതിയിൽ കണ്ടാ പോരെ. അപ്പൊ എന്റെ പൊന്നാര ഗോപി, എമ്പുരാനെയും സിനിമയുടെ പോലെ കണ്ടാ മതിയല്ല എന്റെ പൊന്നാര ഗോപി. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ഗോപി? ഓക്കെ, ഗോപി പറയുന്ന അടുത്തതും കൂടി കേട്ട് നോക്കാം നമുക്ക്. Back to Munambam, which directly relates in the form of matter. I will not yield. Munambam. പാവം ഗോപിയെ വിചാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒന്ന് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതായത് ഗോപിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പൊട്ടത്തരമൊക്കെ ആരും സമ്മതിക്കുന്നില്ല പറയാൻ. എന്താണല്ലേ ഒരു അവസ്ഥയാണ് ഗോപി. നീ അവിടെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെയല്ല ഗോപി ഇതിനെ റിയാക്ട് ചെയ്യുന്നത്. ഗോപി തീയായി എന്ന് പറഞ്ഞ് നിനക്ക് പൊക്കിയിട്ടാണ്. ആർക്കും വേണ്ടാത്തൊരു ടോപ്പിക്ക് നീ എന്തിനാണ് ഷാഫി പറമ്പിൽ, ജോൺ ബ്രിട്ടാഷ്, ഇവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗോപി സംസാരിക്കുന്നത്. നീ എന്താണ് ഗോപി ഇങ്ങനെ ആയത്? ഓക്കെ, ഗോപി പറയുന്ന അടുത്തതും കൂടി കേട്ട് നോക്കാം നമുക്ക്. I will tell Mr. Britas
with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തി. എന്റെ ഗോപി, നീ തൃശ്ശൂരിൽ വിജയിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് വോട്ട് നിൽക്കുമ്പോൾ ഗോപി പറഞ്ഞു, ഞാൻ തൃശ്ശൂരിന് വേണ്ടി ഒരു പ്രാവശ്യം എന്നെ വിജയിപ്പിച്ചു വിടൂ, പിന്നീട് എന്റെ വികസനം നിങ്ങൾ കാണൂ എന്നാണ് ഗോപി പറഞ്ഞത്. എന്നാൽ എന്റെ ഗോപി, നീ അവിടെ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നീ സംസാരിക്കുന്നോ? ആർക്കും വേണ്ടാത്ത കാര്യങ്ങളാണ് ഗോപി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗോപി ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇതിനുള്ള ചുട്ട മറുപടിയുമായി നമ്മുടെ ജോൺ ബ്രിട്ടാഷും കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ജോൺ ബ്രിട്ടാഷിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഓക്കെ സർ, ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. നോക്കുക, കേരളത്തിൽ ക്രിസ്ത്യാനികളെ കയ്യിലാക്കാമെന്ന് BJP ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് BJPയോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആയിക്കോളൂ, നിങ്ങൾ ക്രിസ്ത്യാനികളെ മാത്രമല്ല മുസ്ലിമീങ്ങളെയും എല്ലാ മതസ്ഥരെയും നിങ്ങൾ കയ്യിലാക്കണം. പക്ഷേ എന്തുകൊണ്ട്? മതം പറഞ്ഞുകൊണ്ടല്ല, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങൾ നല്ലത് പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വോട്ട് പിടിക്കേണ്ടതും വിജയിക്കേണ്ടതും, അല്ലാതെ മതം പറഞ്ഞുകൊണ്ടാണോ? നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ശരിയാക്കുന്നില്ല? എൻ്റെ പൊന്ന് BJPക്കാരാ, ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, മതം നമ്മൾ നോക്കാൻ പാടില്ല, പാർട്ടി നോക്കാൻ പാടില്ല. ആരാണ് UDF ആണോ LDF ആണോ BJP ആണോ ഒന്നും നോക്കാൻ പാടില്ല. ആരാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്? അതായത് നമ്മൾ ആരാണ്, ജനങ്ങൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? ജോൺ ബ്രിട്ടാഷും അതുപോലെ ഷാഫി പറമ്പിലിനെ പോലെ നല്ല നല്ല ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ജോൺ ബ്രിട്ടാഷിന്റെ അടുത്തതും കൂടി കേട്ട് നോക്കാം നമുക്ക്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പെന്ന് പറയുന്നുണ്ടല്ലോ സാർ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സാർ? നോക്കുക, എന്തൊരു ക്ലിയർ ആണ് ജോൺ ബ്രിട്ടാഷ് പറയുന്നത്. അതായത് പെട്ടെന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികളോട് നല്ലോണം സ്നേഹം നമ്മുടെ K. സുരേന്ദ്രൻ അടക്കം സ്നേഹം തോന്നട്ടെ, നല്ല കാര്യമാണ്. നോക്കുക, അപ്പോൾ നിങ്ങൾ നേരെ ഒന്ന് മണിപ്പൂരിലേക്ക് ഒന്ന് ചിസ്റ്റ്, അതാണ് ജോൺ ബ്രിട്ടാഷ് പറയുന്നത്. അവിടെ എത്ര ക്രിസ്ത്യൻ പള്ളികളാണ് ഇവർ തകർത്തത്? അപ്പോൾ നമുക്ക് ഇതിലൊക്കെ വോട്ട് വിജയിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ നോക്കുക, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു, എന്ത് ചെയ്തു? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുക. ഇപ്പോൾ സുരേന്ദ്രനൊക്കെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ കയ്യിലാക്കണം. എന്തിന്? നിങ്ങൾ നല്ലത് പറയുക, നിങ്ങൾ നല്ലത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാവരും വോട്ടിടും. അല്ലാതെ മതം, ഹിന്ദു, മുസൽമാൻ, നിങ്ങൾ ചൈനയൊന്ന് നോക്കൂ, ചൈനയൊക്കെ എത്ര മുകളിലാണ്. ഇന്ത്യ ഇപ്പോഴും മതം, മന്ദിരം ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തെന്നടേ മതം പറയുന്നത്? എന്തിനാണ്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ബ്രിട്ടാഷ് പറഞ്ഞ അടുത്തത് കൂട്ടിക്കാൻ മുക്കിയിട്ട് നോക്കാം. സാർ, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ.
നോക്കുക, ഇത് പാർലമെന്റിൽ നല്ലതിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. അതായത് കേരളം എങ്ങനെയെങ്കിലും BJPക്ക് പിടിക്കണം. BJPയോട് പിടിക്കണ്ടെന്നാ ഞാൻ പറയുന്നില്ല, അതായത് നിങ്ങൾ പിടിച്ചോളൂ. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, എന്തിന് മതം പറയുന്നു, എന്തിന് പള്ളി പൊളിക്കുന്നു, എന്തിന് തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നു? അതായത് നല്ലത് വരട്ടെ, ജനങ്ങൾക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കൂ, അത്തരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നിങ്ങളെ തന്നെ വിജയിപ്പിക്കും. കേരളം എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ വിജയിച്ച് കയറുന്ന പോലെ കേരളത്തിൽ ജയിക്കാൻ ഇത്തിരി പാടാണ്. അത് എല്ലാ പാർട്ടികൾക്കും. കാരണം കേരളക്കാർക്ക് ഒരു അതിബുദ്ധിയാണ് സത്യം ഞാൻ പറയുന്നത്. അതായത് ആരാണ് മികച്ച രീതിയിൽ ഭരിക്കുന്നത് അവർക്ക് കേരളം വോട്ടിടും. അതായത് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ അത് നോക്കുന്നില്ല. അതാണ് നമ്മൾ. ഇപ്പൊ ഞാനടക്കം ഞാൻ പറയുന്നു, BJP നിങ്ങൾ നല്ലത് ചെയ്യൂ, നമ്മൾ നിങ്ങൾക്ക് നോക്കാന്നേ. അതായത് നിങ്ങൾ പള്ളി കത്തിക്കൽ പരിപാടി ഇങ്ങനൊക്കെ പോയാൽ നിങ്ങൾ ആരും ജയിപ്പിച്ചു വിടാനാ? പിന്നീട് ഇപ്പൊ അതായത് ഈ നോമ്പ് സമയത്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാലോ, മുസ്ലിമീങ്ങൾക്ക് കിറ്റൊക്കെ കൊടുത്തല്ലേ കെ സുരേന്ദ്രനോരൊക്കെ. അതായത് എങ്ങനെയെങ്കിലും കേരളം കേരളം കിട്ടിയതിനു ശേഷം തനി സ്വഭാവം നമുക്കറിയാം. അതായത് ബീഫ് നിരോധനം, ആർക്കും പുറത്തു ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവന്മാർ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ബ്രിട്ടാഷ് പറഞ്ഞ ഏറ്റവും അടുത്ത കാര്യം കൂടി നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ, പേടിക്കണ്ട സർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. പക്ഷേ ഇതിനോട് എനിക്ക് ജോൺ ബ്രിട്ടാഷിനോട് ഇത്തിരി പുച്ഛമാണ് തോന്നുന്നത്. അതായത് ചെയ്ത് കാണിക്കണം, നിങ്ങൾ കൊടുക്കാമെന്നല്ല പറയുന്നത്, വീട് വെച്ച് കാണിക്കണം. ഇതാണ് ഞങ്ങൾ കേരള സർക്കാർ ഇത്ര ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കണം. നിലവിലെ കേരളത്തിന്റെ ഒരു ഭരണം നോക്കുമ്പോൾ നമുക്ക് അത്ര ഒന്നും ശരി. അപ്പൊ ഈ ടോപ്പിക്കും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് നമ്മൾ കേരള സർക്കാരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. എന്തായാലും ഒരു ദിവസം നമ്മൾ കേരള സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഓക്കെ, ബ്രിട്ടാഷ് പറഞ്ഞ അവസാനത്തെ, എന്റെ സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ്. if they have belief trust in Indian Constitution, they should forthwith withdraw this bill, piece of legislation. If they want communal harmony, if they consider people to be equal, if they consider the gods to be equal, they should withdraw this piece of legislation. मैंने अपना वादा निभा दिया. Thank you very much, sir. I am so grateful to you. Let me just tell you one thing. People of Kerala are listening to you, and we will always respect you for your benevolence. Thank you very much, sir. അപ്പൊ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വോട്ട് എന്ന് പറയുന്നത് നമ്മൾ നല്ലത് ചിന്തിക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ പറയരുത്, ഞാൻ 5 വർഷമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ 5 വർഷമായി CPM വോട്ട് ചെയ്യുന്നു, ഇപ്രാവശ്യവും CPM. പിന്നീട് ഞാൻ 5 വർഷമായി BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്, ഇപ്രാവശ്യം ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. അത് നമ്മൾ മറക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആരാണ് നിലവിലെ മികച്ചത്. BJP ആണെങ്കിൽ BJP, UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF. നിലവിലെ സാഹചര്യത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ, അതായത് കേരളത്തിലുള്ള പാവങ്ങളായ ഞാനടക്കമുള്ള നമ്മളെ സംരക്ഷിക്കാൻ ആർക്കാണ് പറ്റുന്നത് അത്തരക്കാരെയാണ് നമ്മൾ വിജയിപ്പിച്ചു വേണ്ടത്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഷാഫി പറമ്പിൽ, ജോൺ ബ്രിട്ടാഷ്, ഇത്തരത്തിലുള്ള മികച്ച, അതായത് സംസാരിക്കാനൊക്കെ നല്ലൊരു കഴിവുള്ള, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. നേരെ മറിച്ച് സുരേഷ് ഗോപി, ഞാനൊരു ഉദാഹരണം പറയാം. നാളുകളിൽ സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി, തൃശ്ശൂരിന്റെ ജനങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി നല്ലത് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും, അത് ഉറപ്പാണ്. അതായത് ഞാൻ ഒരു പാർട്ടിയും ഒരു മതവും ഒന്നും നോക്കൂല. തെറ്റായി ആര് പറഞ്ഞാൽ ഞാൻ ട്രോളും, ഞാൻ വീഡിയോ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പൊ ഏതാണ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. ഓക്കെ, ബൈ.